ഹായ് ഹലോ വെൽക്കം ടു മൃണ സ്റ്റാറുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കായിരുന്നു. നമുക്കറിയാം, ഒരുപാട് റീലുകളിൽ കണ്ടു വന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എനിക്കിത് കണ്ടപ്പോൾ തൊട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ കർണാടകയിലെ ഒരു മഹത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ബാലഗോപാല സ്വാമി ടെമ്പിൾ എന്നാണ് അറിയപ്പെടുക. ഞങ്ങൾ അവിടേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. പോകുമ്പോൾ ബസ്സിലുള്ള ഒരു കാഴ്ചകളാണിതെന്ന് പറയുന്നത്. അല്ല, അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ബസ്സിൽ ഡാൻസ് ഇല്ലെങ്കിൽ അതൊരു രസമില്ല എന്നല്ലേ പറയുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരും കൂടി പോകുന്നതുകൊണ്ട് ബസ് ഫുള്ളായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ അതൊരു ഉറക്കമൊക്കെ പാസ്സാക്കി മൈസൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വിചാരിച്ചു നമുക്ക് മൈസൂർ പാലസ് ഒന്ന് കാണാൻ പോകാമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ വട്ടമാണ് ഈ പാലസിലേക്ക് പോകുന്നത്. പണ്ട് കുഞ്ഞു കുട്ടിയായപ്പോൾ പോയതായിരുന്നു, ഇപ്പോൾ വലുതായിട്ട് ആദ്യമായിട്ടാണെന്ന് പറയാം. ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര അടിപൊളി തോന്നും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു അകന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക്, കർണാടകയുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പോൾ ഒന്ന് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടി ഒരു മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്നതാണ് ഈ ഒരു രംഗം എന്ന് പറയുന്നത്. രണ്ട് പേര് ഇവിടെ പിണങ്ങി നടക്കുന്നുണ്ട്. ആ പിണങ്ങി നടക്കുന്നവരെ വീണ്ടും പിണക്കാനായിട്ട് നമ്മളെ മൂന്നാമത്തെ ആളും കൂടി ചെല്ലുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെ മോർണിംഗ് വാക്കിലൊരു തമാശകളായിരുന്നു. അതിനുശേഷം നമ്മളൊരു വൃന്ദാവൻ ഗാർഡനിലോട്ട് പോയി. അവിടെ റീലെടുക്കാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു. റീലിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല പല ടേക്കുകൾ എടുക്കുമല്ലോ, ആ ഒരു പല പല ടേക്കുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ പല സ്ഥലത്തും ലൊക്കേഷൻ മാറി മാറിക്കൊണ്ട് ഓടുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഓടിയിട്ടൊരു കാര്യം ഉണ്ടായില്ല കേട്ടോ. സത്യം പറഞ്ഞത് റീലായി വരുന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓടി, ഇതൊക്കെ നമ്മുടെ ആ ഒരു ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അതിന് ശേഷം നമ്മൾ ബാംബു ഫോറസ്റ്റിലോട്ട് പോയി. നമുക്ക് അവിടുന്ന് റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ റീൽ നടന്നു കേട്ടോ. ഇതാണ് അവിടുത്തെ റീൽ എന്ന് പറയുന്നത്. ഈ റീൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ ആ റീലെ കാണുന്നത് പോലെ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. നമുക്കങ്ങനെ എല്ലാ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ രാത്രിയായി. നമ്മൾ അവിടുന്ന് റിട്ടേൺ ചെയ്തു. അപ്പം നമുക്ക് ഒരാഗ്രഹം, പമ്പിൽ എല്ലാവരും കയറി. പമ്പിൽ കയറി എന്ന് പറഞ്ഞാൽ എണ്ണ അടിക്കാൻ വേണ്ടി വണ്ടി കയറിയപ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു, അവിടെ ഇറങ്ങി വന്ന് ഡാൻസ് കളിച്ചു. സമയം രാത്രി 1 മണിയാണ് കേട്ടോ. 1 മണി സമയത്ത് നമ്മളെല്ലാം കൂടി ഭയങ്കര ഡാൻസ് അടിച്ചു പൊളിച്ചു അവിടെ കേട്ടോ. നമ്മൾ പോയ ഡ്രീം മേക്കേഴ്സ് പറഞ്ഞൊരു ട്രാവലേഴ്സ് എടുത്തിട്ടായിരുന്നു. അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവറായാലും അവിടുത്തെ എല്ലാവരും, എല്ലാ അസിസ്റ്റൻസ് ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഫുഡ്, നമ്മുടെ ഒരു 2-3 ദിവസത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. അത്രയും അടിപൊളിയിൽ നമ്മൾ അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. നമ്മളവിടെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളിൽ നിന്ന് നോക്കിയിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന സ്റ്റെപ്പൊക്കെ ഒരേപോലെ സെയിം സ്റ്റെപ്പായിരുന്നു. നമ്മളത് ഓൾറെഡി പ്രോഗ്രാമിനൊക്കെ കളിച്ച സ്റ്റെപ്പായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സെയിം പാട്ട് ഇട്ടോ, അതേപോലെ സെയിം സ്റ്റെപ്പ് ഇട്ട് കളിച്ചു കേട്ടോ. നിങ്ങൾ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഓർമ്മ വരുന്നെങ്കിൽ ആ പാട്ടൊന്ന് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. രാത്രി സമയമായിരുന്നു, പമ്പിലൊന്നും ആരുമില്ല. യാത്രക്കാർ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളൊരു ഭാഗത്ത് ഒതുക്കിയിട്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ ജസ്റ്റ് സ്റ്റെപ്പ് ഇട്ടത് കേട്ടോ. അധികം സമയമൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ഉള്ള സമയം നല്ല അടിപൊളിയായി. നമ്മളൊരു ട്രിപ്പിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെഷനോട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻഡ് നല്ല അടിപൊളിയായി നമ്മളത് ആഘോഷിച്ചു കേട്ടോ. ഏറ്റവും മറക്കാൻ പറ്റുന്ന മെമ്മറി ആയിരുന്നു ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ഒരു പാട്ട് ഏതാണെന്ന് കണ്ടാൽ ഉടനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം ഈ ഒരു ഞങ്ങൾ പോയ 3 സ്പോട്ടുകളും, ഒന്ന് മൈസൂർ പാലസ് ആയിരുന്നു, ബാംബു ഫോറസ്റ്റും വന്ന ഈ ഒരു ടെമ്പിളായിരുന്നു കേട്ടോ. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു ടെമ്പിളിൽ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും ഈ ഒരു സീസണിലൊക്കെ പോവുക, അത്രയും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ ബൈ, സി യു.